മക്കളെ കളഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എന്നാലുണ്ടോ ഈ കുഞ്ഞ് ഇത് ചെയ്യേണ്ട കാര്യമുള്ളതല്ല. അല്ല, അവർക്ക് ജീവിക്കാനുള്ള ഇതുണ്ടായിരുന്നു. അമ്മ പിന്നെ പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പം വണ്ടി ആക്സിഡൻറ്റ് അവൾ മരിച്ചു. അവർക്ക് എന്തൊരു കാര്യമുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഇവിടെ നാട്ടുകാരോട് പറഞ്ഞാൽ മതി. അവളെ പരിപൂർണമായിട്ട് പൊന്നുപോലെ രക്ഷിക്കും. അത്രത്തോളം ചെയ്തിട്ടും ജിമ്മിയെ പരിപൂർണ്ണ ഇഷ്ടമാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ വിളിക്കുന്ന ചേച്ചിക്കുട്ടി, ഞൂഞ്ഞിക്കുട്ടി, ഉണ്ണിക്കുട്ട എന്ന് പറഞ്ഞ 3 പിള്ളേർ. അപ്പം ഇവിടെ ഇത് ചെയ്തത് ചേണി നാട്ടുകാരനാണോ? ഈ നാട്ടുകാരനാണോ? ഞാനോ? ആ, ഞാൻ ഇതുങ്ങളെ ഈ പേരക്കുട്ടിയല്ല, അവളെ എടുത്തു വളർത്തിയാണ് ഞാൻ. ആണോ ചേട്ടാ? മോളെ എടുത്തു വളർത്തിയതാ. എടുത്തു വളർത്തിയതോ? ആ, എടുത്തു വളർത്തി ഞാൻ അവളോട് അതുപോലെ കൂട്ടും കാര്യങ്ങളുമായിട്ട് വളർത്തി കൊണ്ടു നടന്നതാണ്. കൊണ്ടു നടന്ന ഇവള് പിന്നെ ജിസ്മോള് ജിസ്മരിയ. എത്ര പേരാണ് ഇവര്? 3 പേര് പിള്ളേര്. ഇവരെ പേര് പേരിട്ടും ചേച്ചിക്കുട്ടിന്ന് വിളിക്കും, ഞൂഞ്ഞിക്കുട്ടിന്ന് വിളിക്കും, ഉണ്ണിക്കുട്ടാന്ന് വിളിക്കും. ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇളയ ഒരാങ്ങള. അവരായിട്ട് ഇങ്ങനെ ഇത് നമ്മൾ വിളിച്ചു വളർത്തി കഴിഞ്ഞാൽ ഇവരുടെ അച്ഛനോട് ഇല്ലാത്ത സമയത്തും നമ്മൾ കയറി ഇറങ്ങി ഇവരെ എല്ലാം കൂട്ടിപ്പിടിച്ചും കൊണ്ടു നടന്നും ഇങ്ങനെ വളർന്നുകൊണ്ടിരുന്ന. അതും കഴിഞ്ഞ് കെട്ടിച്ചു വിട്ടു കാര്യങ്ങളൊന്നും ഇപ്പോൾ കെട്ടിച്ചു വിട്ടിട്ട് ഇപ്പം ഇങ്ങനെയൊരു സംഭവം വന്നെന്ന് പറഞ്ഞല്ലോ, അത് നമ്മുടെ ഭയങ്കര ഒരു മനസ്സിൻ്റെ ഒരു ഭീകരത എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊരിക്കലും ജീവിതത്തിൽ ഓർക്കാനോ സഹിക്കാനോ പറ്റത്തില്ല. എന്നാൽ അവൾ പോയതല്ല, അവൾ പോക്കട്ടെ, ഈ പേരക്കുട്ടിയെ കൊണ്ട് മക്കളെ കളഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എന്നാലുണ്ടോ മക്കളെ വളർത്തുന്ന അമ്മയാണ്. അമ്മയുടെ കൂടെയാണ് മക്കൾ നിൽക്കുന്നത്. അപ്പോൾ അതിനെ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പം അമ്മ നോക്കിയപ്പോഴല്ലോ ഇത് ഞാൻ പോയിട്ട് ഈ കുഞ്ഞുങ്ങളെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ എന്നെ കഴിഞ്ഞും കൂടുതൽ ഭീകരതയിലാവും, നരകിക്കും. അപ്പോൾ ആ ഒരു നരകം അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കുഞ്ഞിനെയും ഒരു അമ്മയും കൂടെ ഒരു കാലാഗ്രഹത്തിൽ ഇട്ട് വെച്ചിട്ട് ജലപാലം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആദ്യം ചാകുന്നല്ല കുഞ്ഞുങ്ങളോ കൊല്ല, ആദ്യം ചാകുന്ന അമ്മയാണ്. അമ്മ അതിന് രക്തം വരെ വലിച്ചു കുടിക്കും. അങ്ങനെ അതുപോലെ ഒരു ജീവിതമായിരുന്നു ഇത്. ആ ജീവിതം ഇവിടെ പൊതുജനങ്ങൾക്കും അറിയത്തില്ലായിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്കും അറിയത്തില്ല വന്നുപോയി. അത് എന്ത് രീതിയിൽ സംഭവിച്ചെന്നോ എന്നുവെച്ചാൽ അവരുടെ വീട്ടിൽ അതിനെ ഭയങ്കര പീഡനമായിട്ട് ചെയ്തു. അവക്കിട്ട് ഒത്തിരി അടിയും കാര്യങ്ങളും. ഇവിടെ പോന്ന് കിടക്കാനും പറഞ്ഞ് ഇത് വിളിച്ചു, ഇതൊന്നും ചെയ്തില്ല. എന്നുവെച്ചാൽ ഞാൻ ജീവിക്കേണ്ടത് അവിടെയല്ലേ, അപ്പോൾ എനിക്കൊരു ജീവിതം അവിടെയല്ലേ. അപ്പം ഞാൻ ഇവിടെ വന്ന് കളിഞ്ഞ് പിന്നെ നാളെ അവിടെ ചെല്ലുമ്പം ഇത് വേണ്ടല്ലോ എന്ന് പറഞ്ഞത് ആ ഒരു ജീവിതത്തിൽ കിടന്നുകൊണ്ട് ശരിക്കും കളിച്ചു. ഞാൻ അറിഞ്ഞതും എൻ്റെ അനുഭവം ഇതും വെച്ച് ഈ കുഞ്ഞ് ഇത് ചെയ്യേണ്ട കാര്യമുള്ളതല്ല. അവർക്ക് ജീവിക്കാനുള്ള ഇതുണ്ടായിരുന്നു. അങ്ങനെ ഒരു ജീവിതം ഒടുങ്ങി നിന്ന് ഈ പടിഞ്ഞാറേക്കലിൽ എനിക്ക് 65 വയസ്സ് ആയാണ്. എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു ജീവിതം ഇവിടെ പലരും തൂങ്ങിച്ചതിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ട്. എന്നാലും ഈ കൊച്ച് ജിസ്മോള് അവൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനൊക്കത്തില്ല, നമുക്ക് സഹിക്കാനൊക്കത്തില്ല. ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവൾ പുനർജീവിക്കും എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും ഒരു ഇത് കുഞ്ഞുങ്ങളായിരുന്നു. നല്ല കുട്ടിയായിരുന്നല്ലേ? നല്ല കുട്ടിയെന്ന് പറഞ്ഞല്ലോ. പഞ്ചായത്ത് അഡ്വക്കേറ്റ് ഇത് പഠിപ്പിക്കാൻ വിട്ടു. അവൾ അഡ്വക്കേറ്റായി. ഇതും കഴിഞ്ഞിട്ട് എറണാകുളത്ത് പോയി പ്രാക്ടീസ് ചെയ്തു. അന്നേരമാണ് ആ കാലഘട്ടത്തിലാണ് അവിടെ അമ്മ വണ്ടി ആക്സിഡൻറ്റിൽ അമ്മ പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പം വണ്ടി ആക്സിഡൻറ്റിൽ അവൾ മരിച്ചു.
അമ്മ പോയി കഴിഞ്ഞപ്പം ഇവിടെ എറണാകുളത്ത് ഇത് നിന്നു. അത് നിന്ന് കഴിഞ്ഞപ്പം അവിടുന്ന് അമ്മയ്ക്ക് പകരം 6 മാസം കഴിഞ്ഞപ്പം അമ്മ ചെയ്തു വെച്ച തൊഴിൽ തീർക്കണമെന്ന് പറഞ്ഞു. അത് തീർക്കണമെന്ന് പറഞ്ഞ് അമ്മ ഒത്തിരി ലക്ഷം വീടിൻ്റെ ഇങ്ങനെ ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ട് പുള്ളിക്കാരത്തിൻ്റെ കയ്യിലെ പൈസ എടുത്ത് കൊടുത്ത് സഹായിച്ച് വീട് വെച്ച് കൊടുത്തു. ആ വീട് വെച്ച് കൊടുത്ത് ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ മെമ്പറാക്കി പഞ്ചായത്ത് പ്രസിഡൻ്റായി വൈസ് പ്രസിഡൻ്റായി ഇതെല്ലാം ചെയ്തു. പിന്നെ അഡ്വക്കേറ്റ് എറണാകുളത്ത് ചെയ്തു. പിന്നെ പാലായിൽ പ്രാക്ടീസ് ചെയ്തല്ലാണ്ട് ഇത് കഴിഞ്ഞിട്ട് ഓഫീസിട്ടു. കൊട്ടാരപട്ടത്തിൻ്റെ അവിടെ ഓഫീസിട്ടു. ഓഫീസിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു. ആ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഈ കൊച്ചാണ് നമുക്ക് അത്രയും വിവരമില്ലാത്ത രീതിയിൽ ചെയ്തല്ലോ എന്നൊരു അത്രയും രീതിയിൽ ഇത് ചെയ്തല്ലോ എന്നൊരു മനസ്സിൻ്റെ വിഷമം ചെന്നോ. ആ കുഞ്ഞിൻ്റെ അച്ഛൻ പപ്പായ അവചാരുടെ പിന്നെ അത് വളർത്തുന്ന പോലെ തന്നെ അതുപോലെ കയറി ഇറങ്ങി വിളിച്ചും പറഞ്ഞും കൊണ്ടു നടന്ന് വളർത്തിക്കൊണ്ടിരുന്ന ഇതിനെ. ഇതിപ്പോൾ ഇവിടെ ചെയ്തിട്ട് ഈ കുഞ്ഞുങ്ങളെ രണ്ടെണ്ണത്തിന് ഇത് ചെയ്യുന്നു പറഞ്ഞല്ലോ, ചെയ്തോണ്ടോ ആ തള്ള ചെയ്ത് ഡീസൻ്റായി. അതിൻ്റെ കാര്യം എന്തോ എന്താ അതിൻ്റെ കാര്യം ഈ കുഞ്ഞുങ്ങൾ അവൾ പോയിട്ട് അത് ഇത് ചെയ്ത് വെച്ചിട്ട് ഈ കുഞ്ഞുങ്ങളെ ഇവിടെ കഴിഞ്ഞ അപ്പൻ്റെ വീട്ടിൽ വളർത്തിയാൽ അമ്മയുടെ വീട്ടിൽ വളർത്തിയതാ. ഇതുങ്ങൾ നാളെ നാട്ടിൽ പല നാറുകളായിട്ട് നടക്കും. ഈ കുഞ്ഞുങ്ങൾ വളർത്തുകാർ ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേര് വളർത്തിയാലും ഈ കുഞ്ഞിന് നാളെ വരുന്നത് നിന്റെ അമ്മ ആത്മഹത്യ ചെയ്തില്ലേ, നീ പിന്നെ നിന്റെ അമ്മയെ അടിച്ച് വളർത്തിയല്ലേ, നിനക്കെന്നാ നില? ഈ കുഞ്ഞുങ്ങൾക്ക് അപ്പൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം നിർത്തും, അല്ലെങ്കിൽ അമ്മയുടെ വീട്ടിൽ കുറച്ച് നിൽക്കും. ഇവരിലാരും നോക്കും? അപ്പൻ്റെ വീട്ടിൽ നോക്കുമോ അമ്മയുടെ വീട്ടിൽ നോക്കുമോ? ഇവരിലാരും നോക്കും? കൊച്ചെന്ന് പറ, കുട്ടറെന്ന് പറ, ഈ കുഞ്ഞുങ്ങളെ ആരും നോക്കും? ഇപ്പോൾ ജിസ്മോളുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു സാഹചര്യം? അവിടെ കല്യാണം കഴിച്ച് കൊടുക്കുന്ന സമയത്ത് ജിസ്മോളുടെ അമ്മയുടെ മരണത്തിന് ശേഷം ജിസ്മോളുടെ വീട്ടിലത്തെ സാഹചര്യം എങ്ങനെയായിരുന്നു? അച്ഛൻ അവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ? ജിസ്മോളുടെ വീട്ടിൽ പിന്നെ കല്യാണം കഴിച്ചിട്ട് ഇത് കൊടുത്തു കഴിയുമ്പം അന്നേരം അവിടെ പിന്നെ അവരുടെ വീട്ടിൽ നല്ല സാമ്പത്തികമുണ്ട്. ഇവിടെ കെട്ടിച്ചു കൊടുക്കുന്ന ജിമ്മയുടെ വീട്ടിൽ നല്ല സാമ്പത്തികമുണ്ട്. അവർക്ക് 2-3 ബസ്സുണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടുന്ന് ഇത് കല്യാണം കഴിച്ചപ്പം ഇത് വിടുമ്പം ഇവർക്ക് ഇത് നോക്കിയപ്പം അവർക്ക് നല്ല സാമ്പത്തികമൊക്കെ ഉണ്ടല്ലോ. അപ്പം അവൻ കാരിത്താസിൽ ഇലക്ട്രിക് എഞ്ചിനീയർ ഇവിടുത്തെ പാലായം പിന്നെ കോടതി ഇതിൽ പിന്നെ വക്കീൽ. അപ്പം ഇവക്ക് അവിടെ ഒരു ജോലി, ഇവൻ അവിടെ ഒരു ഗൾഫിലേക്ക് പോകണ്ട. ആ ഗൾഫിലേക്ക് പോകണ്ട എന്നുള്ളൊരു ധാരണ വെച്ചിട്ട് അച്ഛൻ അവിടെ പപ്പായും കൂടെ കൂടിയല്ല എല്ലാവരും പറഞ്ഞ കൂടെ ഞാനും തന്നെ പറഞ്ഞു, കൊച്ചേ ഈ ഗൾഫിലോ ഇവിടെയൊന്നും പോയി ഇത് ചെയ്യണ്ടല്ലോ, അവൻ അവിടെ ജോലി ഉണ്ടല്ലോ, നീ ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജീവിക്കുമല്ലോ. പിന്നെ അവരുടെ വീട്ടിലും വലിയ രീതിയിൽ, അപ്പോൾ ആ ഒരു രീതിയിൽ കൂടെ ഇങ്ങനെ ഇത് പറഞ്ഞു. പിന്നെ ഇപ്പം ഇതും കഴിഞ്ഞ് ഇടയ്ക്ക് എക്കച്ചക്കലുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇപ്പം ഇത് വന്നു കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ അറിയുന്നത്. കെട്ടിച്ചു വിട്ട് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പം മുതൽ അവിടെ വിഷയമാണെന്ന്, പ്രശ്നങ്ങളാണ്. പൊന്ന് കുറഞ്ഞുപോയി, ഓഹരി കുറഞ്ഞുപോയി, നിറം കുറഞ്ഞുപോയി, ഇങ്ങനെയുള്ളൊരു വിഷയം ഉണ്ടായി എന്ന് ഈ അപ്പനും പിന്നെ ജിസ്മയുടെ അപ്പനും അച്ഛനും ആങ്ങളെയും ഒക്കെ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ചങ്ക് തറഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ കൂടി ഇത് പ്രേരണ ഇത് വന്നു. ചേട്ടൻ സംസാരിച്ചിരുന്നു ആ സമയത്തൊക്കെ? ഇല്ല, ഞാൻ സംസാരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നിങ്ങളിത് വന്നതും ഇതും മനസ്സിലായത്.
നമ്മളിതിലേക്ക് ഇതിങ്ങനെ സംസാരിക്കുന്നതിലില്ല. ഞാനിപ്പോൾ ആ വീട്ടിൽ അവിടെ ഇതായിട്ട് വന്ന് ഇനിയിപ്പം അവിടെ കണ്ടു. അപ്പം ഈ ചാനൽ കാര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞല്ലോ, അങ്ങനെ ഓരോരുത്തരും സംസാരിക്കാനില്ല. ഇതൊന്നും എനിക്കിപ്പം എൻ്റെ കൊച്ചുങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ വിളിക്കുന്ന ചേച്ചിക്കുട്ടി, ഞൂഞ്ഞിക്കുട്ടി, ഉണ്ണിക്കുട്ട എന്ന് പറഞ്ഞ 3 പിള്ളേർ, അവരുമായിട്ട് കളിച്ചും പിടിച്ചും നടന്ന. അപ്പം ഇവിടെ ഇത് ചെയ്തത് നമുക്കൊരു മനസ്സിൽ ഒതുങ്ങാത്തൊരു കേസായിപ്പോയി. മനസ്സിൽ ഒതുങ്ങാത്തതെന്ന് അവർക്ക് എന്തൊരു കാര്യമുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഇവിടെ നാട്ടുകാരോട് പറഞ്ഞാൽ മതി. അവളെ പരിപൂർണമായിട്ട് പൊന്നുപോലെ രക്ഷിക്കും. അവൾ അഡ്വക്കേറ്റ് എന്നുള്ളതല്ല, അവളൊരു വക്കീലെന്നുള്ള ആ ഒരു രീതി പോലും നോക്കാതെ കൊണ്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഇത് ചെയ്തല്ലോ, അവൾ പരി ചെയ്തു. അത്രത്തോളം അനുഭവിച്ചിട്ടും അനുഭവിച്ചത് ഞാൻ അല്ല ചേട്ടാ, അത്രത്തോളം അനുഭവിച്ചിട്ടേ ജിമ്മിനോടൊക്കെ ഇഷ്ടമായിരുന്നല്ലേ ജിസ്മോൾക്ക്? അത്രത്തോളം ചെയ്തിട്ടും ജിമ്മിയെ പരിപൂർണ്ണ ഇഷ്ടമാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇവര് ജിസ്മോൻ്റെ അച്ഛൻ ഇത് സംഭവിക്കുന്നതിന് 10 ദിവസം മുമ്പാണ് പോയത്. യു കെക്ക് പോകുമ്പം പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പം ഇവള് വിളിച്ചെന്ന് പറഞ്ഞു, ഞാൻ ഇനി നിവൃത്തി കിട്ടു, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. അപ്പം അത് പറഞ്ഞു ചെയ്യരുത്, ഞാനിപ്പോൾ വരാം, വന്നിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ ചെയ്തില്ലേ, അവൾ ചെയ്യുകയും ചെയ്തു, അപ്പനൂടെ വരികയും ചെയ്തില്ലേ.